ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പള്ളിക്കരക്ക് അടുത്ത് പറക്കോട് എന്ന് പറയുന്ന ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 150 മീറ്റർ മാത്രം മാറി 5 സെൻറ്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ വർക്ക് ഏരിയ സംവിധാനമുള്ള 90 ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഇവിടെ റോഡ് വരുന്നത് 5 മീറ്ററിൻ്റെ റോഡാണ്. അത് പഞ്ചായത്തിൻ്റെ വലിയ 6 മീറ്ററിൻ്റെ റോഡിൽ നിന്ന് നമുക്ക് 5 മീറ്റർ റോഡാണ് ഈ വില്ലയിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇവിടെ വില്ലകൾ വരുന്നത് മൊത്തം 5 വില്ലകളാണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഒരെണ്ണം സെയിലായി. ഇനിയിപ്പോൾ ഒരു കംപ്ലീറ്റായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമുക്കിവിടെ ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് 2-3 വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കാർ പോർച്ചിനുള്ള പ്രൊവിഷൻ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ കവേർഡ് ആയിട്ടുള്ള SUV പോലുള്ള വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചും കൂടാതെ നമുക്ക് മറ്റ് 1-2 വാഹനം കൂടി അവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ് ഈ കാർ പോർച്ചിന് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ സിറ്റ് ഔട്ട് വരുന്നത് മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ്. അത് L ഷേപ്പിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സിറ്റ് ഔട്ടിനുള്ള ഇതിൻ്റെ പ്രൊവിഷൻ്റെ കൂടാതെ അവിടെയും നമുക്ക് സിറ്റ് ഔട്ടിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. ഡബിൾ പാളിയിൽ തീർത്ത മനോഹരമായ ഒരു ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമായ ലിവിങ് സ്പേസാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല മനോഹരമായ TV യൂണിറ്റും നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ TV യൂണിറ്റിൻ്റെ അടിയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ ലഭ്യമാണ്. ഈ ലിവിങ് സ്പേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡബിൾ ഹൈറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിൽ തന്നെ നമ്മൾ പർഗോള സംവിധാനമൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ഈ ഡബിൾ ഹൈറ്റിൽ നൽകി ഈ ലിവിങ് സ്പേസും നല്ല മനോഹരമാക്കി നൽകിയിരിക്കുന്നു. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് ഏരിയ ഇവിടെ 8-10 പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള നല്ല വിശാലമായ ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി നല്ല കബോർഡ് വർക്കുകളൊക്കെ നല്ല ഇൻവെർട്ടറൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകൾ സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്കിവിടെ നൽകിയിരിക്കുന്നു. നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ലൊരു ടെക്സ്റ്റർ ഡിസൈൻ കൂടി നമുക്ക് ഇവിടെ ഈ ലിവിങ് സ്പേസിനെ നമുക്കിവിടെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു. നമുക്ക് നല്ല മനോഹരമായ വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഈ സൈഡിലേക്ക് മാറ്റി നമുക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ്. കിച്ചൺ ഇവിടെ നല്ല വലിപ്പത്തിലാണ് കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് രണ്ട് താഴെയും മുകളിലുമായിട്ട് നല്ല മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഗ്ലോസി ഫിനിഷിങ്ങുള്ള നല്ല കബോർഡുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ ഷീറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്കിവിടെ സിങ്കൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൂടി കൂടാതെ നമുക്ക് സ്റ്റോറേജ് സ്പേസൊക്കെ വർക്ക് ഏരിയയിൽ ഇവിടെ നൽകിയിരിക്കുന്നു. ജലലഭ്യതയ്ക്കായിട്ട് വരുന്നത് വറ്റാത്തൊരു കിണറാണ്. അത് വടക്കേകിഴക്കേ മൂലയിലേക്ക് മാറ്റി നമുക്കിവിടെ നൽകിയിരിക്കുന്നു. ഇത് ഏപ്രിൽ മെയ് മാസമാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വെള്ളം താഴോട്ട് നോക്കിയാൽ അറിയാം. നമുക്ക് നല്ല രീതിയിലുള്ള നല്ല വെള്ളമാണ് ഇവിടെ ഈ കിണറിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ 2 ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. എന്നാലും നല്ല വിശാലമായ ബെഡ്റൂമുകളാണ് ഇവിടെ രണ്ടും നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല വലിയ രീതിയിലുള്ള വാൾഡ്രോബ്സുകളും നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ നമുക്ക് ഫാൾസിലും വർക്കുകളൊക്കെ ഈ ബെഡ്റൂമിനും ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ബാത്റൂം നല്ല ലെങ്ത്തിൽ ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. ജാഗ്വാറിൻ്റെയാണ് ഇവിടെ ഫിറ്റിങ്സൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ അത് ഫിറ്റ് ചെയ്തിട്ടില്ലാതെ കംപ്ലീറ്റ് ആക്കി നമുക്ക് ക്ലിയറാക്കി നൽകുന്നതാണ്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടൈലുകളൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം. നല്ല വൈറ്റ് ഡിസൈനിലുള്ള നല്ല ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ ഈ ബെഡ്റൂമിന് നമുക്ക് നല്ല ഫാൾസിലും വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഇവിടെ ഫിറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സൊക്കെ ഇവിടെ ബാക്കി റെഡിയാക്കി നമുക്ക് നൽകുന്നതാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ സ്റ്റെപ്പുകൾക്ക് വരുന്നത് നല്ല ഗ്രാനൈറ്റാണ്. അത് ഡബിൾ ലെയറൊക്കെ നൽകി നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ നമുക്ക് ഇവിടെ ഹാൻഡിൽ വരുന്നത് സ്റ്റീലും ഗ്ലാസുമായിട്ടാണ് ഹാൻഡിൽ വരുന്നത്. കൂടാതെ
ഇവിടെ ഈ സൈഡിലേക്ക് മാറി നല്ല മനോഹരമായ ഡസ്റ്റർ വർക്കുകളും നമുക്കിവിടെ സ്റ്റെപ്പിന് ബന്ധമായി ഇവിടെ നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒരു സ്റ്റഡി ടേബിളിനുള്ള പ്രൊവിഷൻ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായ ഫാൾസിലും വർക്കുകളൊക്കെ ഈ അപ്പർ ലിവിങ് ഏരിയയിലും നൽകിയിരിക്കുന്നു. ഇവിടെ അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് മുകളിൽ നമുക്ക് നല്ല നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ ഇവിടെ നൽകി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. എന്നാലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നല്ല വാൾഡ്രോബ്സുകളും നമുക്കിവിടെ ലഭ്യമാണ്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. അത് ഫിറ്റിങ്സൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. ജാഗ്വാറിൻ്റെയാണ് ഫിറ്റിങ്സ് ഇവിടെ നൽകുന്നത്. കൂടാതെ നല്ല ടൈലുകളൊക്കെ നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ബെഡ്റൂമിലേക്കാണ്. മുകളിലെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമാണിത്. ഇവിടെ ബെഡ്റൂം നല്ല വലിപ്പത്തിലാണ് ഈ ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറി ഇവിടെയും മനോഹരമായ വാൾഡ്രോബ്സുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത്. ഈ ബാത്റൂം ഇവിടെ ഇതൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ നല്ല ടൈലുകളൊക്കെ നല്ല മനോഹരമായ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. യൂട്ടിലിറ്റി സ്പേസ് നല്ല കവേർഡായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മളെ നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നോക്കി അറിയാം. നല്ല ഭംഗിയാക്കിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് വാഷ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൂടി നമുക്ക് സൈഡിലേക്ക് മാറ്റി നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണി ഇവിടെ ഡിസൈനിലൊക്കെ നല്ല ഭംഗിയാക്കി ഫുൾ ലെങ്ത്തിലാണ് ബാൽക്കണി ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ബാൽക്കണി ഡിസൈൻ ചെയ്തതായിരിക്കുന്നത് ഹാൻഡ് റെയിലും സ്റ്റീലും ഒക്കെ നൽകി നല്ല ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ ഫാൾസിലും വർക്കുകളും നമുക്ക് ബാൽക്കണിയിലും ഇവിടെ നൽകിയിട്ടുണ്ട്. പറക്കോട് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 150 മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റ് സ്ഥലവും 2300 സ്ക്വയർ ഫീറ്റ് പ്ലസ് വർക്ക് ഏരിയ കൂടിയുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് നിങ്ങൾക്ക് ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്.